നമ്മുടെ മുഖ്യമന്ത്രി കൂട്ടരും ജന്തർ മന്ദിറിൽ കുത്തിയിരുന്നു കഴിഞ്ഞു. 50 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ട്. എന്ത് നേടി? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചാരണം അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു പ്രചാരണം എന്നതിലപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും നന്നായി സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന, നല്ല വിനിമയം നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചു. മോദി എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് മോദിയും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ അകൽച്ചയുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഗവർണർ മുഖ്യമന്ത്രി ഇഷ്യൂസൊക്കെ തന്നെയും അത് പരിഹരിക്കുന്ന മാർഗം നമ്മളാരും അറിയാറില്ല. പൊട്ടിത്തെറിക്കുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. എപ്പോഴാണ് അവർ ഒന്നായിത്തീരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ രണ്ടുപേരും സമാധാനം പാലിക്കുന്നത്, എപ്പോഴാണ് ആ സംഘർഷം തണുത്തു പോകുന്നതെന്ന് നമ്മൾ അറിയാറില്ല. അദൃശ്യ ഇടപെടലുണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കണ്ണി വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിൽ മോദി വന്നപ്പോൾ പിണറായി ഇങ്ങനെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വിനീത വിധേയനായി നിൽക്കുന്നൊരു ചിത്രം. തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ അതും രണ്ട് വിരുദ്ധ രാഷ്ട്രീയക്കാരായ, പരസ്പരം പോരടിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, എത്രയോ കാലങ്ങളായിട്ട് പരസ്പരം വെട്ടിയും കൊന്നും തീർക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ ഉള്ള ഒരു ബന്ധം പ്രോട്ടോകോൾ അല്ലേ? തീർച്ചയായിട്ടും പ്രോട്ടോക്കോളാണ് ഒന്ന്. രണ്ട്, ജനാധിപത്യത്തിലെ വലിയ മര്യാദയും. പ്രധാനമന്ത്രി ആയി തീർന്ന ഒരാൾ, ജയിച്ചു കഴിഞ്ഞ ഒരാൾ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ റാങ്ക് ആൻഡ് ഫയലിൽ ആ ഒരു ബോധം വന്നിട്ടില്ല. അല്ല, പിണറായി വിജയൻ ഈ മര്യാദ മോദിയോട് മാത്രമേ കാണിക്കുള്ളൂ. തീർച്ചയായിട്ടും അതായത് വേറെ കേരളത്തിൽ ഒരാളും പിണറായിക്ക് മര്യാദയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. മോദി മാത്രമേ പറയത്തുള്ളൂ പിണറായി മര്യാദ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ ഇന്ത്യയിൽ മോദിയെ ഉണ്ടാവത്തുള്ളൂ. തീർച്ചയായും. പക്ഷെ അത് ജനാധിപത്യം അദ്ദേഹത്തെ പഠിപ്പിച്ച ഭരണഘടനാ സൗകര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചൊരു വലിയ ആ മര്യാദ, ആ പാഠം ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്നില്ലല്ലോ. അത് നമുക്ക് അദ്ദേഹത്തിനെതിരായിട്ട് വിമർശനമായിട്ട് ഉന്നയിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഈ ബോധം പോലും വന്നിട്ടില്ല. എനിക്കിഷ്ടമില്ലാത്തയാൾക്ക് കൂടി ഭരിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം എന്ന് പലരും അംഗീകരിക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ്. അങ്ങനെ പറഞ്ഞ സംഖ്യയാവും. അല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഭാഷക്കാ പേര് പലപ്പോഴും. അല്ല, എനിക്ക് വീണ്ടുണ്ട്. ഞാനതെപ്പോഴും അത് അംഗീകരിക്കുന്നത്, ഞാനത് അഭിമാനത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ്. തെരഞ്ഞെടുക്കപ്പെട്ട്, അതാണ് ജനാധിപത്യം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജനാധിപത്യവാദി ആവരുത്, ഞാൻ ഓട്ടോക്രാറ്റ് ആവണം, ഞാനോ എൻ്റെ മക്കളോ ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് ജനാധിപത്യം എങ്ങനെ പറയാം? പക്ഷെ ഇവിടെ പലരും പറയും. പക്ഷെ മോദി അത് കാണിച്ചു. ഈ മര്യാദ മീൻസ് മോദിയോട് പിണറായി അത് കാണിച്ചത് വലിയൊരു മാതൃകയല്ല. പലരും പറയുന്നുണ്ട് ബേട്ടി ബചാവോ എന്നാണ്, മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ട്രോള് വരുന്നുണ്ട്. അല്ല, അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അത് അല്ലെങ്കിലും അത് കാണിക്കേണ്ടതല്ലേ. അദ്ദേഹത്തിന്റെ മര്യാദ, ജനാധിപത്യ. ആ സമയത്ത് വീണ വിജയന്റെ ഒരു കേസ് ഇങ്ങനെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും. അല്ല, പിണറായി എക്കാലത്തും മോദിയോട് നല്ല അടുപ്പവും ആദരവും പ്രധാനമന്ത്രി നിലയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അതൊരു നല്ല മാതൃക, കുലീനമായ ഒരു മാതൃകയാണ്. മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായാലും. പക്ഷെ നമുക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു. മാത്രമല്ല, കേരളത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടിയില്ല എന്നൊക്കെ, സാമ്പത്തിക വിഹിതം കിട്ടിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ രണ്ടു കൂട്ടർക്ക് കൊടുത്തു എന്ന് കേന്ദ്രവും പറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഏജന്റുമാർ, കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്ന് പറയുന്നുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ, ഇതേ ആക്ഷേപം ഉന്നയിച്ചത് കേരളം കൊടുത്ത ഹർജി സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിന്റെ തീർപ്പ് പറഞ്ഞിട്ട് പോരെ? സമരമുഖത്തേക്ക് പോകേണ്ടത് അതിന് തീർപ്പിന് ശേഷമാണ് പോകേണ്ടത്. കോടതിയിലിരിക്കുന്ന സബ് ജുഡീസ് ഇഷ്യൂസിൽ പിന്നെ രാഷ്ട്രീയ സമരം നടത്തുന്നത് പ്രഹസനമായി പോകുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമരം എന്തിനായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിലേക്ക്, ഇപ്പോൾ 2024 ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നേരിട്ടതുപോലെ തന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായ ഗ്രാഫ് വളരെ താണു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടതുപോലെയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മഹാദുരന്തമുഖത്ത് നിന്ന് കേരളത്തെ രക്ഷിച്ചെടുത്തതിൻ്റെ ഒരു ഇമേജ് ഇടതുപക്ഷത്തിൻ്റെ നില കേരളത്തിൽ മോശമാണെന്നാണോ? ഇപ്പോൾ മോശമാണെന്നാണ് ഒരു സ്വതന്ത്രമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണം. ഇടതുപക്ഷത്തോട് അനുഭാവം പുലർത്തിക്കൊണ്ട് തന്നെയുള്ള എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. അതായത് UDF കഴിഞ്ഞ വർഷത്തെ വിജയം ആവർത്തിച്ചേക്കാം. കഴിഞ്ഞ വർഷത്തെ വിജയമെങ്കിലും ആവർത്തിക്കും. അതായത് അങ്ങനെയാണെങ്കിൽ 19 സീറ്റ് കിട്ടണം, വിജയമെങ്കിലും എന്ന് പറയും. ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ പറയുന്നത് ബി ജെ പി നേടുന്ന സീറ്റുകൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് അത്ര തത്തുല്യമായ
ഒരു പരാജയമാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, മാഷിടയ്ക്ക് പറഞ്ഞു BJP നേടുന്ന സീറ്റുകൾ, BJPക്ക് കേരളത്തിൽ സീറ്റ് കിട്ടും എന്നാണ് സാധ്യതയുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. സാധ്യതയുണ്ട്. ഏതുവരെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ഈ ത്രികോണം കാണുകയും എന്നാൽ ആപൽ സന്ധിയിൽ അത് ദ്വികോണമായി തീരുകയും ചെയ്യാറുണ്ട്. അത് ആ അപകടം അല്ലെങ്കിൽ ഒരു സാധ്യത, ആ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് കേരളത്തിലെ മുന്നണികൾ തമ്മിൽ കാണിച്ചു. അതായത് BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും ബെറ്റർ പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മാഷ് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ടിൽ റാങ്ക് ആൻഡ് ഫയലിൽ വോട്ടേഴ്സിന്റെ അനുഭാവികളുടെ ഒക്കെ ഒരു വൃന്ദം വലിയ തോതിൽ BJP വികസിപ്പിച്ചിട്ടുണ്ട്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ല എന്നൊന്നും പറയാൻ വയ്യ. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂർ എന്ന് കേട്ടാൽ ഉടനെ ആദ്യം വരുന്ന പേര് സുരേഷ് ഗോപി ആയിത്തീരുന്നത്? എങ്ങനെയാണ് ആറ്റിങ്ങൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മുരളീധരന്റെ പേര് വരുന്നത്? അപ്പോ ചർച്ച ചെയ്യാൻ 2-3 സീറ്റെങ്കിലും കിട്ടുമെന്നാണോ മാഷ് പ്രതീക്ഷിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ വിജയിക്കുമെന്നല്ല പ്രതീക്ഷിക്കുന്നത്. വിജയിക്കുമെന്ന് മറ്റ് 2 മുന്നണികളും ഭയപ്പെടുന്ന അവസ്ഥയിൽ 2-3 സീറ്റുകളിലെങ്കിലും BJP ഉണ്ട്. തൃശ്ശൂരും ആറ്റിങ്ങലും പിന്നെ എനിക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പത്തനംതിട്ട സീറ്റ് എന്താവും എന്നൊക്കെ കണ്ടറിയണം. പത്തനംതിട്ടയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് തോമസ് ഐസക്കിനെ ഇറക്കുമതി ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും, മാത്രമല്ല അവിടെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് എന്തിനാണെന്ന് പോലും വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവിടെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഒരു 3-ാം മുന്നണിയുടെയും പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും സാമുദായിക ബന്ധങ്ങളുടെയൊക്കെ അടിത്തറയുള്ള PC ജോർജ് ഇപ്പോൾ ഒരു പുതിയ അരങ്ങേറ്റം നടത്തിയാൽ എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കാത്തിരുന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും നമ്മുടെ ഈ കേന്ദ്ര സമരം ഇന്ന് കഴിഞ്ഞു. ഇനി ബാക്കി എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്? ഇന്നിപ്പോൾ തമാശയുണ്ട്. ഇന്ന് സമരം നടക്കുന്ന ഇന്ന് വന്ന വാർത്ത 90 കഴിഞ്ഞ ഒരു വൃദ്ധ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് നട റോഡിൽ കുത്തിയിരുന്ന വാർത്ത വന്നിട്ടുണ്ട്. അതെ, ആ വാർത്തകൾക്ക് ഇനി നമ്മുടെ മീഡിയ അത്തരം വാർത്തകൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യം എന്നറിയോ? അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ, കേരളത്തിലെങ്കിലും അത് പ്രകടമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വീക്ക്നെസ് ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നാട് ഭരിക്കുന്ന ഗവൺമെന്റുകളെ കുറിച്ച് രാഷ്ട്രീയമായ പ്രതീക്ഷയില്ലാതിരിക്കുക, ലെജിസ്ലേച്ചർ പ്രതീക്ഷ നൽകാതിരിക്കുക, നീതി നൽകുമെന്ന് പറഞ്ഞ് നമ്മുടെ അപേക്ഷയുമായി ചെല്ലേണ്ട ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി നീതി കാണിക്കാതിരിക്കുക. 2 എസ്റ്റേറ്റ് കഴിഞ്ഞല്ലോ, 3-ാമത്തെ എസ്റ്റേറ്റ് ജുഡീഷ്യറിയാണ്. അതിൽ നിന്ന് ജനങ്ങൾക്ക് പോകാൻ ഒന്ന് നിത്യവൃത്തിക്ക് വകയില്ലാത്തവന് കോടതിയെ സമീപിക്കാൻ പറ്റും. പിന്നെ ഒടുവിലത്തെ 4th എസ്റ്റേറ്റ് ആണ് നമ്മളെ മീഡിയ. മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ പിന്നെ 2 കാര്യമുണ്ട്. ബാക്കി 3 ഇളകും. ജുഡീഷ്യറി ഒന്ന് കണ്ടുവെക്കും, വാർത്താ പ്രാധാന്യം ഉള്ളതിനാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കും, എക്സിക്യൂട്ടീവ് അനങ്ങും, പാർലമെന്റ് അപ്പോൾ രാഷ്ട്രീയക്കാരും അനങ്ങും. അതുകൊണ്ട് ഒടുവിലത്തെ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ മീഡിയ ആക്ടിവിസം എന്ന് വന്നു ചേർന്നിട്ടുണ്ട്. അതും അധികകാലവും നിലനിൽക്കില്ല. ഇത് തന്നെ നിരന്തരം വാർത്തയായാലോ? അതെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒടുവിലത്തെ തന്ത്രങ്ങളിൽപ്പെട്ട ഒടുവിലത്തെ നിവൃത്തികേട് കൊണ്ടാണ്. പക്ഷെ ഒരു വലിയ തമാശയുണ്ട്. അതായത് ഇക്കാലം അത്രയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളാണ്, സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് ഞങ്ങളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പറയാണ് കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടെയാണ് എന്ന് ഇവർക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇന്ത്യയുടെയാണ്, കേരളം ഇന്ത്യയിലാണ് എന്നൊക്കെ അംഗീകരിക്കുന്ന പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഫണ്ടില്ലേ ഏത് സ്റ്റേറ്റിനാ കിട്ടാത്ത അത്രയും പറഞ്ഞിരുന്നില്ല. ഇല്ല, പ്രതിസന്ധിയിലായി. ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ പലതും വളരെ ദുർബലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നിപ്പോ നമ്മുടെ ഈ ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു 5 ലക്ഷം രൂപയോ മറ്റോ ഇന്ത്യ മുഴുവൻ കൊടുക്കണേ. ഇന്ത്യയിലെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും 5 ലക്ഷം രൂപ കൊടുക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവർ പറയുന്നത് 1 കോടി രൂപ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, 1 കോടി രൂപയിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിക്ക് ഈ ആയുഷ്മാൻ പദ്ധതിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ച എന്താ കുഴപ്പം? അത് ബോർഡ് വെക്കാൻ പാടില്ല എന്ന് പറയുന്ന വാശി പിടിക്കുന്നതിന്റെ കാര്യം എന്താണ്? ദുർബലമാണ് പല വാദങ്ങളും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയോട് നേരിട്ട് ചെന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ അവരൊക്കെ ഇത്ര ആത്മബന്ധമുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ചെന്ന് പ്രധാനമന്ത്രിയോട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെയ്തിട്ടില്ല എന്ന് ചെയ്യാതിരിക്കുന്നത് പോലും ഒരു രാഷ്ട്രീയമായ ഗിമ്മിക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്. മാത്രമല്ല നമ്മുടെ സാറിപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ നികുതി പണം എടുത്തിട്ട് ഈ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കൂടി പോയിട്ട് അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു പോയി വലിയൊരു സമരത്തിന്റെ ഒരു ആഭാസം കാണിക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഒരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു.
വരുന്നവരെല്ലാം ബ്ലാങ്കറ്റൂടെ കരുതണം, നല്ല തണുപ്പാണെന്ന്. അതുകൊണ്ടാണ് പുതപ്പിട്ട. മനോരമയുടെ 1-ാം പേജിൽ ഒരു റീല് പോലെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പോയ, കേരളത്തിൽ നിന്ന് പോയ നേതാക്കന്മാരൊക്കെ ഈ ഓവർകോട്ട് അല്ല, എന്താ പറയുന്നത്, ബ്ലാങ്കറ്റ് അല്ല, ബ്ലാങ്കറ്റ് കോട്ടില്ലേ, സ്വെറ്റർ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പടമുണ്ട്. അപ്പോൾ ഏതായാലും കുളിര് മാറ്റാൻ ജന്തർ മന്ദിറിലെ സമരം സഹായിക്കുമായിരിക്കും. പക്ഷേ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കും. കേരളത്തിൽ ഇപ്പോഴും കടുത്ത ചൂടാണെന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിലാവും. അതെ അതെ, കേരളത്തെ ആ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് തണുപ്പേകാൻ കഴിയും, ചൂട് രക്ഷിക്കുമോ പൊള്ളിക്കുമോ എന്ന് 2 മാസത്തിനുള്ളിൽ അറിയാം. അപ്പോൾ മാഷ് ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ അതിൻ്റെ റിസൾട്ട് അങ്ങനെ പറയാനും പറ്റില്ല. മാഷിൻ്റെ വിലയിരുത്തലനുസരിച്ച് LDFന് സ്ഥിതി വീണ്ടും മോശമാണ്. രാഹുൽ ഗാന്ധി ഇക്കുറി വയനാട്ടിൽ മത്സരിച്ചാൽ അതായിരിക്കുമോ UDFനെ സഹായിക്കുക? രാഹുൽ ഗാന്ധിയുടെ ഈ 2ാം വരവ് പ്രത്യേകിച്ച് UDFന് ഗുണം ചെയ്യുന്ന ഞാൻ കരുതുന്നില്ല. ഈ രാഹുൽ ഗാന്ധി വന്ന സമയത്ത്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നത് UDFന്റെ വിജയത്തെ വലിയ തോതിൽ കേന്ദ്ര ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയും ഒരു പ്രധാനമന്ത്രിയെ ജയിപ്പിക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷയും അബോധ മനസ്സിലുണ്ടായിരുന്നു ജനങ്ങളുടെ. ആ പ്രതീക്ഷയൊന്നും ഈ തവണ വേണ്ട. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായി ജയിക്കാവുന്ന ഒരു സീറ്റ്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇമേജ് പോലും വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 2ാമത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരാവശ്യമില്ലായിരുന്നു, ആവശ്യമില്ല, ആ 2ാമത്തെ യാത്രക്ക് പോകേണ്ടിയിരുന്നില്ല. പക്ഷെ എന്തൊക്കെയായിരുന്നാലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് കേരളം കളയേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വിസിറ്റിംഗ് പ്രൊഫസർ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല. വയനാട്, ഞാൻ സുനിൽ സാറിനോട് പറയാം, ഞാൻ വയനാടിനോട് തൊട്ടടുത്ത് ജീവിക്കുന്നതുകൊണ്ടും വയനാട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ടും, വയനാട്ടിൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു MP-മാരെക്കാളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് രാഹുൽ. MP എന്നാലും ഒട്ടും മോശമല്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് കുറച്ച് സമയം കിട്ടിയാൽ മതി. ആ സമയം അദ്ദേഹം അവിടുത്തെ ജനങ്ങൾ ഒട്ടി നിൽക്കുന്നത് ദേശീയ നേതാവിനോടൊപ്പമാണെന്ന് വലിയ ഒരു വിജൃംഭിതമായ ഒരു അഭിമാനം കൂടി ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതെന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം തീർച്ചയാണ്, രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് എന്ത് സ്വാധീനമുണ്ട് എന്ന് കൂടി തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവും. കാരണം ഭാവി പ്രധാനമന്ത്രിയൊന്നുമല്ല തെരഞ്ഞെടുക്കുന്നത്, ഇന്ത്യയിലെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെയാണ്. വെറും MP ആവാൻ വേണ്ടിയാണ്, വെറും MP-യാണ്. ഭാഷ ഉറപ്പിച്ചോ മോദി തന്നെയാണെന്നുള്ളത്? വീണ്ടും എനിക്ക് യാതൊരു സംശയം ഇപ്പം ഇന്ന് വരെ തോന്നിയിട്ടില്ല മോദി വരുമെന്ന് തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നിരന്തരമായി നമ്മുടെ മീഡിയ കാണുകയും പത്രങ്ങൾ കാണുകയും രാഷ്ട്രീയ മുന്നേറ്റം, വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാമ്പയിനൊക്കെ നടത്തി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞതാണ്. അല്ല, വാജ്പേയിയിൽ നിന്ന് മോദിയിലേക്ക് ഒരുപാട് മാറ്റമുണ്ട്. വ്യക്തിപരമായി തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. 2, വാജ്പേയിയുടെ കാലത്ത് നിന്ന് 2024 ഇന്ത്യയിലേക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഒരു രാഷ്ട്രീയ മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർക്കും ഒരുപക്ഷെ പറയാനുള്ളത് ഉറപ്പാണ് മോദി എന്ന ഗ്യാരണ്ടി ബോധ്യപ്പെട്ട് വരുമായിരിക്കും. അവരുടെ മനസ്സത് മന്ത്രിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ആവേശക്കുറവ് മൊത്തത്തിൽ കാണാൻ, അത് ഇടതുപക്ഷ സർക്കിളിൽ മൊത്തത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും ആ ആവേശക്കുറവ് അവരുടെ പ്രകടനങ്ങളിൽ, മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു, കേരളത്തിൽ നിന്ന് കിട്ടുന്ന അത്രയും പോരട്ടെ, എല്ലാം ഒരു ചടങ്ങായി തീരുന്നതിന്റെ അപകടമുണ്ട്. ഈ ആത്മസംഘർഷമുണ്ട് മുഴുവൻ. സത്യത്തിൽ ഇവിടെ ഒന്നുകിൽ സഹോദര്യത്തോടെയുള്ള മത്സരമാണെന്നൊരു വാക്കെങ്കിലും ഉച്ചരിക്കണം. ആര് ജയിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. തീർച്ചയായിട്ടും BJP അല്ലാതെ ആരെയും ജയിപ്പിച്ചുകൊള്ളൂ എന്നെങ്കിലും പറയാം. ഏതായാലും നമ്മൾ ഈ ചർച്ച സമ്മപ്പ് ചെയ്യുമ്പോൾ മാഷ് പറഞ്ഞു വെച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ BJPക്ക് സാധ്യതകളുണ്ട് എന്ന് മാഷ് പറഞ്ഞു. തീർച്ചയായിട്ടും. 2, മോദി അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നു. അത് വീണ്ടും ആവർത്തിച്ച് പറയാം. ഇതുവരെയില്ല. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങയുടെ നിരീക്ഷണം എത്രത്തോളം ശരിയായിരുന്നു എന്ന് നമുക്ക് അധികം കാണാതെ കാണാം. തീർച്ചയായിട്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.